നമ്മളെല്ലാം ഇപ്പോൾ വളരെയധികം ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് റിലാക്സേഷൻ കിട്ടാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കണ്ണിന് വളരെയധികം നല്ലതാണ്. ഇതിനായി നിങ്ങൾ സെറ്റിങ്ങിലുള്ള ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. അവിടെ അതുവഴി മാഗ്നിഫിക്കേഷൻ എന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ സൈഡിലേക്ക് അത് എത്തും. മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു സിമ്പൽ വന്നിട്ടുണ്ട്. ആ സിമ്പൽ നിങ്ങൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ മൊത്തം മാഗ്നിഫിക്കേഷൻ ചെയ്യുന്ന ആ സെറ്റിങ്ങിലേക്ക് വന്നു. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫിംഗർ സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ ആക്കാം. അല്ലാതെ തന്നെ നമ്മുടെ ആരോ മാർക്ക് 2 ആരോ ചെയ്ത ആ സ്പോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് സെറ്റിങ്ങിലേക്കും പോകാം. ഇങ്ങനെ അതിൻ്റെ സൈസ് കുറച്ച് നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലുള്ള ഭാഗങ്ങൾ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്ഷനുണ്ട്. മാഗ്നിഫയർ സൈസ് എന്ന ഒരു 4 ഓപ്ഷൻ കണ്ടു. അവസാനമുള്ളത് ഫുൾ സ്ക്രീൻ ആക്കാനാണ്. മറ്റ് 3 അതിൻ്റെ ആ ഡിഫറൻറ്റ് സൈസിൽ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഫിംഗർ നമുക്ക് സ്വൈപ്പ് ചെയ്ത് സൂം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതുപോലെ ആ ഗിയർ ഐക്കണെ പ്രസ് ചെയ്തുകൊണ്ട് അത് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ആക്കാനും പറ്റും. അതുകൂടാതെ നമുക്ക് ആ സൂമിങ് റൈറ്റ് സൈഡിലുള്ള ആ സൂം എന്ന് പറഞ്ഞാൽ അതിൽ സ്വൈപ്പ് ചെയ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇതിപ്പോൾ ഫുൾ സ്ക്രീനാണ്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് കുറേ ടൈം ഫോൺ യൂസ് ചെയ്ത് നമുക്ക് കണ്ണ് ടയേർഡായിരിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്പ് തന്നെ, ഒരു ഓപ്ഷനാണിത്. അതുപോലെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഇത് വളരെ നല്ലപോലെ യൂസ് ആക്കാം. ഇതുപോലെയുള്ള അടുത്ത ഒരു ഓപ്ഷനാണ് ഈ സെറ്റിങ്ങിൽ തന്നെയുള്ള ആക്സസിബിലിറ്റിയിൽ ഉള്ള വിഷൻ എൻഹാൻസ്മെൻറ്റിലാണ്. മറ്റേതും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. വിഷൻ എൻഹാൻസ്മെൻറ്റിലാണ്. നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്ങിൽ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലും ആക്സസിബിലിറ്റിയിൽ ഇത് കാണും. അവിടെ മാഗ്നിഫയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ മറ്റേ ഷോർട്ട് കട്ടിൻ്റെ കൂടെ തന്നെ വന്ന് കിടന്നോളും. രണ്ടും അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ മാഗ്നിഫയർ നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഓണാവും. ക്യാമറ വഴിയാണ് ഇത് മാഗ്നിഫൈ ചെയ്യുന്നത്. ഞാനിത് രാത്രി സമയത്താണ്, ഇത് ഇരുട്ടാണ് ഇവിടെ, അപ്പോഴാണ് ഞാൻ മാഗ്നിഫയർ ഓണാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോർച്ച് ലൈറ്റ് ഉണ്ട്. നമുക്ക് ക്യാമറ വഴി ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല യൂസ് ഇത് വരുന്നത് നമ്മൾ ടോർച്ച് അടിച്ച് നടന്നു പോകുന്ന ഒരു വഴിയിലാണെങ്കിൽ പോലും നമുക്ക് ഫോണിൽ മാത്രം നോക്കിയാൽ മതി. ടോർച്ച് ലൈറ്റ് ഓണാക്കി ഇപ്പോൾ ഇത് ഫുൾ ഇരുട്ടിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രാത്രി നോക്കാനോ നമുക്ക് സൂം ചെയ്ത് കാണാനും പറ്റും. മറ്റേ മാഗ്നിഫിക്കേഷൻ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഫോണിൻ്റെ ഔട്ട്സൈഡുള്ള കാര്യങ്ങൾ സൂം ചെയ്ത് കാണാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല രീതിയിൽ സൂം ചെയ്ത് രാത്രികാലങ്ങളിൽ നമുക്ക് നടന്നു പോകുന്ന സമയത്തോ നമുക്ക് ഫോണിൽ മാത്രം നോക്കിയാൽ നമുക്ക് നടന്നു പോകാം. അതുപോലെ നമുക്ക് സൂം ചെയ്ത് ക്ലിയറായിട്ട് കാര്യങ്ങൾ കാണാം. ഇതിനകത്ത് കളർ ഇൻവെർട്ടേഷൻ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ രാത്രി കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ള ചില കളർ കാണാൻ കഴിയാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കളർ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ പല ഡിഫറെൻ്റ് കളറിലും നമുക്കിത് കാണാം. ഏറ്റവും താഴെയുള്ള സർക്കിളിൽ നൺ, ഒരു കളറും ഇല്ലാത്തതിനകത്ത് ഞെക്കിയാൽ നമ്മുടെ പഴയ സെറ്റിങ്ങിലേക്ക് വരും, നോർമൽ മോഡിലേക്ക് എത്തും. രാത്രി കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ടോർച്ച് ലൈറ്റ് ഉണ്ട്. നമുക്ക് നടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ മൊബൈലിൽ മാത്രം നോക്കി നമുക്ക് നല്ല സൂം ചെയ്ത് വളരെ ക്ലിയറായിട്ട് നമുക്ക് സഞ്ചരിക്കാനും എല്ലാം പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ആ ആപ്ലിക്കേഷൻ തന്നെ മോർണിംഗ് ടൈമിലാണ്, വെട്ടം ഉള്ള സമയത്താണ്. അപ്പോൾ ടോർച്ച് ലൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഔട്ട് സൈഡിലുള്ള എന്ത് സാധനം ആണെങ്കിലും സൂം ചെയ്ത് കാണാനും എല്ലാം ഇതുകൊണ്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ കണ്ടോ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, അതിൽ എപ്പം പ്രസ് ചെയ്ത് അത് നിങ്ങളുടെ ഫോണിലെ ഷോർട്ട് കട്ടായിട്ട് വന്ന് കിടക്കും. അതിൽ പ്രസ് ചെയ്താൽ ഇപ്പോൾ 2 ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുള്ളത് കൊണ്ട് ഏത് വേണമെങ്കിലും മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലാത്തപ്പോൾ മറ്റേത് സെലക്ട് ചെയ്യാം.
നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ആ ഓപ്ഷൻ ഇപ്പോൾ വേണ്ട എങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ നിങ്ങൾക്ക് സാധാ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. ഇത് നിങ്ങൾക്ക് പിന്നെ വളരെ ഉപകാരപ്പെട്ട ഒരു ഓപ്ഷൻസാണ്. അതുപോലെ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ടായി നമ്മൾ ഫോണിൽ ചെയ്യേണ്ടതാണ്, നമ്മൾ കുറേ ടൈം ഫോൺ യൂസ് ചെയ്ത് കണ്ണ് ടയേർഡായിരിക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ ഐ പ്രൊട്ടക്ഷൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ഓണാക്കി കൊടുത്താൽ കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള മൊബൈലിൻ്റെ റേഡിയേഷന് ഡിസ്പ്ലേയിൽ നിന്നുള്ള ആ സെറ്റിങ്ങിലേക്ക് ഫോൺ മാറും. വേണമെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വേണേൽ കുറച്ച് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ലൈറ്റ് മോഡോ ഡാർക്ക് മോഡോ ഒക്കെ ഇടാം. അപ്പോൾ ഇത് നിങ്ങളൊരു ശീലമാക്കി ഐ പ്രൊട്ടക്ഷൻ ഷീൽഡ് ഇട്ട് സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിച്ചാൽ കണ്ണിന് വളരെ നല്ലതാണ്. കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നവർ ഇത് തീർച്ചയായും ഉപയോഗിക്കുക. താങ്ക്സ്.